ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായത്രി കോടികളുടെ സ്വത്തുക്കളുടെ അവകാശിയാണെന്ന് അറിഞ്ഞപ്പോൾ ഗായത്രിക്ക് പോലും വിശ്വസിക്കാനാവാതെ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് സൂര്യയും ഭാവനയും കൂടി വരുന്നത്. എന്നിട്ട് ഭാവന തട്ടി വിളിക്കുകയാണ്. ആ സമയത്താണ് ഗായത്രി പെട്ടെന്ന് അവർ വന്നത് കാണുന്നത്. എന്താ അമ്മേ, ഇവിടെ ആരും ഇല്ലേ? ഒച്ചയും അനക്കോ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഉമ്രത്ത് നിന്ന് ഒരുപാട് ആലോചനയായിരുന്നു. അത് കഴിഞ്ഞ് സേതുവുമായും അപ്പുറത്തിരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സൂര്യക്ക് തന്നെ ചിരി വരികയാണ്. അപ്പോഴാണ് അവിടേക്ക് അയ്യും സേതുവും കൂടി വരുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവരൊക്കെ സന്തോഷിക്കട്ടെ അമ്മേ, കുറേ കാലം ബുദ്ധിമുട്ടിയതല്ലേ എന്നൊക്കെ ഭാവന പറയട്ടോ. അങ്ങനെ സൂര്യയെ കണ്ടതോട് സേതു ഓടി വന്ന് സൂര്യയെ സന്തോഷം കൊണ്ട് അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് പൊക്കി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സേതു സൂര്യയെ അങ്ങ് വട്ടം കറക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നത്, സേതുട്ടാ എന്താ ഈ ചെയ്യുന്നത്? ഞാനിപ്പോൾ വീഴും, ഒന്ന് നിലത്ത് നിർത്ത് എന്നൊക്കെ പറയുമ്പോഴും സേതു സന്തോഷത്തോടെ സൂര്യയെ എടുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയുന്നത്, സേതു നീ എന്താ ഈ കാണിക്കുന്നത്? ആ സൂര്യയെ താഴേക്ക് ഇറക്ക് എന്നൊക്കെ പറയുമ്പോഴും ഇല്ല അമ്മേ എന്ന് പറയട്ടോ. അല്ല, ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സേതു നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ഭരത് വരുന്നത്. അപ്പോൾ ഭരത്തിന് നല്ല സന്തോഷമാവാണ് സേതു സൂര്യയെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഭരത് സൂര്യേട്ടാ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരാട്ടോ. അപ്പോൾ സൂര്യ പറയണേ, എന്തായാലും നീ കയറിയ സമയം കൊള്ളാം, നീ സബ് ഇൻസ്പെക്ടറായി കയറിയ ഉടനെ തന്നെ നല്ലൊരു കേസല്ലേ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ ഭരത് പറയണേ, അമ്മയുടെ വായിൽ നിന്ന് കിട്ടിയ ഒരു സൂചന വെച്ചാണ് ഞാനിത് അന്വേഷിച്ചിറങ്ങിയത്. സൂര്യ പറയണ, തരിശുഭൂമി പൊന്നിൻ ഭൂമി ആയത് ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥ, അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഈ സമയത്തൊക്കെ ഭാനു റൂമിലിരുന്ന് ഇത് കേൾക്കുന്ന സമയത്തൊക്കെ പൊട്ടിക്കരയുകയാണ്. ഭാനുവിന് ഇതൊന്നും കേട്ടിട്ട് സന്തോഷിക്കാൻ പോലും തോന്നുന്നില്ല. വലിയൊരു ചതിയിൽ നിന്നല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ള ചിന്തയും പേടിയും ഒക്കെയാണ് കേട്ടോ ഭാനുവിൻ്റെ മനസ്സിൽ. ഈ സമയത്ത് മായ പറയണേ, എനിക്കിപ്പോൾ ഒരു സമയവുമില്ല ഭാവനെ എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറഞ്ഞത് മായച്ച്? അല്ല, സേതുവേട്ടൻ ഇത് അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഓരോ കണക്ക് കൂട്ടൽ എന്ന് പറയുമ്പോൾ ഭാവന പറയാം, അതെന്താ മായച്ചിയുടെ പണി ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതിന് എനിക്കിപ്പോൾ കണക്ക് കൂട്ടലല്ലേ പണി, സേതുവേട്ടന് കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കലാണ് പണി എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, എന്നിട്ട് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്നും ബാക്കിയാവോ കാശ് എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ സേതു പറയണ, ഓ തുടങ്ങി, നല്ല കാര്യവും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഭാമയെയും കൂട്ടി വരുന്നത്. എന്നിട്ട് ഭാമ വല്ലാത്ത സന്തോഷത്തിലാണ്. എന്നിട്ട് ഗായത്രിയെ അങ്ങ് സോപ്പിടുകയാണ്. ഗായത്രിയെ സോപ്പിടാൻ വേണ്ടി ഭാമ വരുമ്പോൾ ഒരു തൈലക്കുപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഭാമ ഗായത്രിയെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്താടി ഈ കാണിക്കുന്നത് എന്ന് അപ്പോൾ ഗായത്രി ചോദിക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ഞാൻ കാലിലിടാനുള്ള കുഴമ്പുമായിട്ടാണ് വന്നത്, അതിന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നിനക്ക് പെട്ടെന്നൊക്കെ വരാൻ കഴിയുമല്ലേ എന്ന് പറയുമ്പോൾ, കളിയാക്കല്ലേ അമ്മ, കുറേ ദിവസമായി അമ്മയ്ക്ക് ഈ കുഴമ്പ് വാങ്ങി വെച്ചിട്ട് എന്ന് പറയുമ്പോൾ, ഞാനതിന് എന്നോട് കുഴമ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്ന എല്ലാവർക്കും ഭാമ അതെല്ലാം ഗായത്രിയെ സോപ്പിടാന്ന് മനസ്സിലാവട്ടോ. ഭാമ ചമ്മിയ ഭാവത്തിൽ പറയണ, അത് പിന്നെ അമ്മ, ഞാൻ കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞാലാണോ ഇതൊക്കെ വാങ്ങിക്കാൻ പാടൂ എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ അഭികാര്യം പറയാനട്ടോ, ഇത് വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്നും വാങ്ങിയതാണ് ആൻറ്റി. ഓ അത് ശരി എന്ന് ഗായത്രി പറയുമ്പോൾ സേതു പറയണ, എടി കള്ളി, കോടികൾ കിട്ടും എന്ന് കണ്ടപ്പോഴാണോ നിനക്ക് അമ്മയോട് സ്നേഹം തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോ സേതു കേട്ടോ, എങ്കിലും എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹം തന്നെയാണെന്ന് പറഞ്ഞ് ഗായത്രി അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് കവളിൽ ഒരു ഉമ്മ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയണേ, എല്ലാവരും സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അമ്മയുടെ ഇളയമ്മ ആളൊരു അപകടകാരിയാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. ഭരത് പറയണ, നമ്മൾ ഈ സത്യം അറിഞ്ഞതൊന്നും അവർക്കറിയില്ല എന്ന് പറയട്ടോ, എന്തായാലും അവരിതൊന്നും അറിയണ്ട എന്ന് ഭാവന പറയണേ, ഞാനും സൂര്യയും കൂടി നാളെ അവിടേക്കൊന്ന് പോകുന്നുണ്ട്. ഭരത് പറയണേ, അവരോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവര് വേണമെങ്കിൽ അമ്മയെ തനിച്ചു കൊണ്ടുപോയി കാര്യം നടത്താനാവും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അഭി പറയണേ, അതൊന്നും നടക്കില്ല, വസ്തുവിന്റെ ഉടമയ്ക്ക് ആദ്യം അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം, എന്നിട്ടാണ് ഒപ്പിടിപ്പിക്കുള്ളൂ. ഭരത് പറയണേ, അവിടെയും അവർ ലക്ഷങ്ങൾ എറിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, അത് ശരിയാണ്. അപ്പോൾ സേതു പറയണേ, അതും അല്ല, അതിനപ്പുറവും അവർ ചെയ്യും, അതുമല്ലെങ്കിൽ രജിസ്ട്രാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒപ്പിടിപ്പിക്കും, അങ്ങനത്തെ കൂട്ടങ്ങളാണെന്ന് പറയുമ്പോൾ ഗായത്രി പറയാം, അവനിങ്ങ് വരട്ടെ, അവന് ഞാൻ കാണിച്ചു കൊടുക്കാം, മര്യാദക്കാണെങ്കിൽ അവന് ഞാൻ എന്തെങ്കിലും കൊടുക്കും. മായ പറയാണ്, മര്യാദ ഒന്നും പ്രതീക്ഷിക്കേണ്ട അമ്മേ, നമ്മളിപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെ സ്വഭാവം മാറും. ഭാമ പറയാണ്, അല്ല അമ്മ, അമ്മയുടെ വിഹിതം എന്റെയും ഭാവനേച്ചിയുടെയും മക്കളുടെ പേരിൽ എഴുതണം എന്ന് പറയുമ്പോൾ അപ്പോൾ സേതു പറയണം, അയ്യടാ നീ ആള് കൊള്ളാലോ, അപ്പോൾ നന്ദനമോള് ഞങ്ങൾ പുറത്തു നിന്ന് ദത്തെടുത്തതാണോ, അവളുടെ ഒരു ആർത്തി കണ്ടില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ പറയണ, ആദ്യം ഒന്നും ഭാമ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ വെച്ചിട്ടാണ് ഭാമയ്ക്ക് ഇങ്ങനത്തെ സ്വഭാവം
സ്വഭാവം തുടങ്ങിയത്. സേതു പറയണ പണമല്ലേ എല്ലാവരുടെയും സ്വഭാവം മാറ്റുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്നും എണീറ്റ് പോവാണ്. അപ്പോഴൊക്കെ ഗായത്രിയെ ഭാമ കുറച്ച് ഓവറായിട്ട് ഗായത്രിയെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രിയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ ഗായത്രി അവിടെ നിന്നും എണീറ്റ് പോകാൻ നോക്കുമ്പോഴൊക്കെ ഭാമ തടയുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രിക്ക് ഇവളുടെ ഈ സോപ്പിട്ടൽ എന്താണെന്നൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാമയെ നോക്കുന്നത്. ഈ സമയം ഭാവന ചോദിക്കുകയാണ്, അല്ല അമ്മേ ഭാനു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ മുറിക്കകത്തുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഭാനു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഭാവന അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാനു പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ ഭാവന അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഇല്ലേ? നിന്നോട് പറഞ്ഞതല്ലേ നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്ന്. എന്തുണ്ടെങ്കിലും എന്നോടും ഭരത്തിനോടും പറയണം. ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്റെ ഏട്ടൻ ഒരു പോലീസുകാരനാണെന്നുള്ളത് കൂടി നീ ഓർത്തു വെക്കണം. നീ വലിയൊരു ചതിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതല്ലേ. പിന്നെ ഞാൻ നിന്നോട് പറയരുത് എന്ന് പറഞ്ഞ കാര്യം ആരോടും നീ പറയരുത്. ബാക്കി എന്തു വന്നാലും നീ തുറന്ന് എല്ലാവരോടും പറഞ്ഞോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അനു പറയണേ, ഇന്നലെ അവൻ വേറൊരു നമ്പറിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഭാവന അങ്ങ് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് എന്താണ് നീ ഇതുവരെ എന്നെ അറിയിക്കാതിരുന്നത്? അല്ല ഭാവനേച്ചി ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ അവിടേക്ക് സൂര്യേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാനായിട്ട് ഇനി ഭാവനേച്ചിയുടെ സമാധാനം കളയണ്ട എന്ന് കരുതി, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് ഏത് സമയത്തും എന്നെ എന്ത് കാര്യത്തിനും വിളിക്കാമെന്നുള്ളത്. ഇനി നീ മേലിൽ ഇങ്ങനെയൊന്നും മറച്ചു വെക്കരുത്. നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു പറയണം എന്ന് പറഞ്ഞ് ഭാവന ഉപദേശിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണ, നാളെ എന്തായാലും ഞാനും സൂര്യയും കൂടി അവരുടെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് എന്ന് പറയണേ. പിന്നെ എന്ത് വന്നാലും ശരി അവന് ആ ജയേഷിന് നിന്നെ ഞങ്ങൾ കൊടുക്കില്ല. നിന്നെ കൊടുക്കുന്നതും നിന്നെ കുരുതിക്ക് കൊടുക്കുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് അവൻ പല നമ്പറുമായിട്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതിലൊന്നും മോള് വീണു പോവരുത്. പിന്നിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും ഉള്ളത്. അത് തകർത്ത് കളയരുത് എന്ന് പറഞ്ഞ് ഭാവന ചേർത്ത് പിടിക്കാൻ കേട്ടോ ഭാനുവിനെ. അങ്ങനെ ഭാനു അവനെ കെട്ടിപ്പിടിച്ചോണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഭാനു കരഞ്ഞോണ്ട് പറയുകയാണ്, അവൻ എന്നെ ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് നിന്റെ ചേച്ചിക്ക് എൻ്റെ ഫോൺ നശിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, അതിലുള്ള തെളിവുകളൊന്നും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടി ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് ചേച്ചി. അവൻ എന്ത് പറഞ്ഞാലും അവൻ്റെ ചതി ഇനി ഞാൻ പെടില്ല ചേച്ചി എന്ന് പറഞ്ഞ് കരയാട്ടോ. അപ്പോൾ ഭാവന പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവൻ ഒരു ചുക്കും നിന്നെ ചെയ്യില്ല. അപ്പോൾ എനിക്ക് അവനോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ ചേച്ചി എന്ന് പറയുമ്പോൾ ഭാവന പറയണേ, ഇപ്പോഴാണ് മോളെ എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്. എന്തായാലും അവരുടെ അടുത്ത നീക്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയട്ടോ. അപ്പോൾ ഭാനു കരഞ്ഞോണ്ട് പറയാണ്, ചേച്ചിക്ക് ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് എനിക്ക് താങ്ങാൻ കഴിയില്ല. ഈ ചേച്ചിക്ക് ഒരു അബദ്ധവും പറ്റില്ല. ചേച്ചി ഇനി ഓരോ കരുക്കളും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് തന്നെയാണ് ചെയ്യുകയുള്ളൂ. മോള് തളർന്നു പോവാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ഭാനുവിനെ ഉപദേശിച്ച ശേഷം ഭാവന നേരെ ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലാൻ. ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സേതുവിൻ്റെ അടുത്തുണ്ടാവും. കണക്ക് കൂട്ടി തീർന്നിട്ടുണ്ടാവില്ല, ഇപ്പം തന്നെ ടൗണിൽ പോയി ഓരോ വീടും സ്ഥലവും ഒക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാവന പറയണേ, ഇത്രയും കാലം കുറേ കഷ്ടപ്പെട്ടതല്ലേ സേതുവേട്ടൻ, ഒന്ന് സന്തോഷിക്കട്ടെ അമ്മേ. മുത്തശ്ശൻ്റെ ഈ സമ്മാനം എല്ലാവരും സന്തോഷിക്കട്ടെ അമ്മ. അമ്മയ്ക്ക് സന്തോഷമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതുവരെ ഒന്നുമില്ല. അവനെ ഞാൻ വാക്ക് കൊടുത്ത കാരണമാണ് നിന്നെ അവൻ പുറത്തിറക്കാൻ നിന്നത് തന്നെ. അപ്പോൾ അവനോട് ഇനി ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഭാവന പറയണ, ആ മാമൻ ഒരു ക്രിമിനൽ തന്നെയാണ്. ഇവിടെ ഭാനുവിനെ വെച്ചാണ് അവർ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി നോക്കിയത്. എന്തായാലും ഞാനും സൂര്യയും നാളെ തന്നെ അവിടേക്കൊന്ന് പോയി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, എന്തിനാണ്, ഭാനുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ജയേഷിന് ഇനി ഒരിക്കലും ഭാനുവിനെ കൊടുക്കില്ല, ഇനി സ്വപ്നം കാണാൻ പോലും ഭാനുവിനെ കിട്ടില്ല എന്ന് പറയട്ടോ. പിന്നെ ആ മോഹനമാമൻ എന്തെങ്കിലും ഫ്രോഡ് തരത്തിനാണ് ഇനി വരുന്നതെങ്കിൽ അയാൾക്ക് ഇനി ഒരു ചില്ലി കാശ് പോലും കൊടുക്കില്ല. അതല്ല അയാൾ നല്ല രീതിയിലാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എന്ന് പറയട്ടോ. അപ്പോൾ സേതുവിനെ കുറിച്ച് ഗായത്രി പറയാണ്, അല്ല സേതുവിനാണെങ്കിൽ ഒരു വകതിരിവില്ലാത്തതാണ്, പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിലൊക്കെ ഇത്രയും പൈസ കിട്ടിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാവും. അതാണിപ്പോൾ എനിക്കുള്ള ടെൻഷൻ എന്നൊക്കെ പറയണം. അല്ല മോളെ നിനക്കൊരു സ്വപ്നവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ സ്വപ്നം അമ്മയോട് പറയട്ടെ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ഒരു പൈസ കണ്ടിട്ടല്ല, ഈ ഒരു പൈസ കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ ഈ വീട് എങ്ങനെയെങ്കിലും ഇവരുടെ ഈ ഓണറുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അമ്മയുടെ പേരിൽ വാങ്ങണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഗായത്രി പറയണം, അങ്ങനെയല്ല മോളെ, ഈ വീട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പേരിൽ തന്നെയാണ് വാങ്ങേണ്ടത്. അതെന്താമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ പേരിലാവുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എൻ്റെ പേരിലാവുമ്പോൾ എല്ലാവരും തമ്മിൽ അടിപിടി കൂടുന്തോറും ആർത്തി തീരാത്ത ഒന്നാണ് പണം എന്ന് പറയട്ടോ. ഭാവന പറയണേ, ഞാൻ എന്തായാലും നാളെ തന്നെ ആ പണമോഹി മാമനെ പോയി ഒന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കുരുട്ടു ബുദ്ധിയെ ഒന്ന് എത്തിക്കണം എന്നും പറഞ്ഞ് സൂര്യയുടെ അടുത്തേക്ക് ഭാവന ചെല്ലാണ്. എന്നിട്ട് സൂര്യ ഭാമയെ കുറിച്ച് പറയാണ്, എന്താ ഭാമയുടെ സ്വഭാവം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അവൾ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാണ്. ആളൊരു പാവമാണെങ്കിലും വല്ലാത്ത
ആർത്തിയാണ് എല്ലാത്തിനോടും എന്ന് പറയട. അതെനിക്ക് മനസ്സിലായി. പിന്നീട് ഭാവന സൂര്യയോട് മോഹനന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ മോഹനന്റെ അടുത്തേക്ക് ഭാവനയും സൂര്യയും കൂടി ചെല്ലുകയാണ്. അപ്പോൾ മോഹനൻ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരെ സ്വീകരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവന എൻ്റെ വീട് കയറി ഞങ്ങളെ ആക്രമിച്ചിട്ട് പോലും ആ കേസിൽ നിന്നും ഭാവനയെ ഒഴിവാക്കി. അതുപോലെ എൻ്റെ ഡിമാൻഡും നിങ്ങളും അംഗീകരിക്കണം. എത്രയും പെട്ടെന്ന് ഗായത്രിയോട് ആ സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതി തരാൻ വേണ്ടി പറയണം. പിന്നെ ജയേഷിൻ്റെയും ഭാനുവിൻ്റെയും വിവാഹത്തിന് ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. ഞങ്ങൾക്കതിന് പൂർണ്ണ സന്തോഷമുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. ഭാനുവും ജയേഷും തമ്മിലുള്ള വിവാഹ കാര്യത്തിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. പിന്നീട് സേതു 4 കാലിലാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. കോടികൾ കയ്യിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് സേതു കള്ളു കുടിച്ച് വരുന്നത്. അങ്ങനെ ഗായത്രി സേതുവിനെ കാണുമ്പോൾ, ഇന്നും നീ 4 കാലിലാണല്ലോ വന്നിട്ടുള്ളത്. ഇന്നത്തെ കള്ളുകുടിക്ക് എന്താണാവ പ്രത്യേകത? നിന്റെ കയ്യിലേക്ക് കോടികൾ വരുന്നു എന്നതിൻ്റെ സന്തോഷമായിരിക്കുമല്ലേ? നിനക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നീ പിന്നെ കുടിച്ചിട്ടല്ലേ വരൂ എന്ന് പറഞ്ഞ് ഗായത്രി സേതുവിനെ ഒരുപാട് അങ്ങ് പറയുന്നുണ്ട്. പിന്നീട് ഭാവന മോഹനൻ്റെ വീട്ടിൽ പോയ കാര്യത്തെക്കുറിച്ച് ഗായത്രിയെ വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോഹനൻ ഒരു തരത്തിലും വിട്ടുതരുമെന്ന് തോന്നുന്നില്ല അമ്മേ. അയാൾക്ക് ആ സ്വത്തുക്കൾ മുഴുവനും വേണമെന്നാണ് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അയാൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അയാൾ ഏതറ്റം വരെയും പോവും. അതുകൊണ്ട് ഇനി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഇനിയും കേസിന് പോവേണ്ടി വന്നാൽ കേസിന് പോവുക തന്നെ ചെയ്യും. അയാളുടെയും അയാളുടെ മകൻ്റെയും അഹങ്കാരത്തിന് നമുക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗായത്രിയെ ഭാവന വിളിക്കുന്നത്. ഈ ഭാവന ഒരു കോടീശ്വരിയാണെന്ന് അറിയുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഇനി സ്വഭാവത്തിലൊക്കെ മാറ്റം വരാൻ കേട്ടോ. എന്നിട്ട് ഭാവനയെ ഇനി സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങണം.